അസ്സാം വലൈക്കും വറഹമത്തുള്ള. അൺമാസ്കിംഗ് അനോമലീസ് തദബ്ബുർ സീരീസിൻ്റെ അടുത്ത ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സൂറത്തു അലഖ്, ഖുർആനിലെ തന്നെ ആദ്യമായി ഇറങ്ങിയിട്ടുള്ള അധ്യായത്തിലെ ഒരു 2-3 വചനങ്ങളാണ് പരിശോധിക്കാൻ പോകുന്നത്. നമുക്ക് വചനങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ ആദ്യമായി ഇറങ്ങിയ വചനങ്ങളാണെങ്കിലും വിശുദ്ധ ഖുർആനിലെ സൂറത്തുകളുടെ ഓർഡർ വെച്ച് നോക്കുമ്പോൾ 96-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായത്തിലെ 6, 7, 8 വചനങ്ങളാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ അർറആഹു ഇസ്തഗ്നാ ഇന്ന ഇലാ റബ്ബിക റുജ്ആ. ഈ ആയത്തുകൾ അല്ലാഹു പറയുന്നത് കല്ല ഇന്നൽ ഇൻസാന ലയത്ഗാ, വേണ്ട, നിശ്ചയമായും മനുഷ്യൻ അതിരുവിട്ട് കളയുന്നു. അർറആഹു ഇസ്തഗ്നാ, അവനെ തന്നെ സ്വയം പര്യാപ്തനായി കണ്ടതിനാൽ അവൻ അതിരുവിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇന്ന ഇലാ റബ്ബിക റുജ്ആ, തീർച്ചയായും നിങ്ങൾ ഓർക്കാൻ വേണ്ടിയുള്ളൊരു കാര്യം പറയുകയാണ്, തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിങ്കിലേക്ക് തന്നെയാണ് മടങ്ങുക. അപ്പോൾ ഇവിടെ അള്ളാഹു പറയുന്നൊരു കാര്യം, മനുഷ്യൻ അതിരുവിടുക. നമ്മൾ സാധാരണ പറയലുണ്ട്, എന്തെങ്കിലും ഒരു കാര്യം, ഒരു ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിരുവിട്ട് കഴിഞ്ഞു, ഇത് ഒരു അതിര് കടന്നിട്ടുണ്ട്, എല്ലാത്തിനും ഒരു അതിര് വേണമെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇവിടെ അള്ളാഹു പറയണം, ആ അതിര് വിട്ട് കഴിഞ്ഞു. എന്തുകൊണ്ട്? അവൻ സ്വയം പര്യാപ്തത, എല്ലാത്തിനും ഞാൻ പോന്നവനാണ് എന്ന രൂപത്തിലുള്ളൊരു മാനസികാവസ്ഥ വന്നതോടുകൂടി അവൻ അതിരുവിട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്, എത്ര അതിരുവിട്ടവനായി ഇവിടെ ഭൂമിയിലൂടെ നടന്നാലും അഹങ്കാരത്തോടു കൂടി നടന്നാലും ശരി, നിൻ്റെ മടക്കം എന്നിലേക്ക് തന്നെയാണ്, എന്നിലേക്ക് തന്നെ മടങ്ങേണ്ടവനാണ് നീ എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അവിടെ പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ പല ആളുകൾക്കും ഈ സ്വയം പര്യാപ്തത കേവലം പടച്ചോൻ്റെ വിഷയത്തിൽ മാത്രമല്ല, സമൂഹവുമായി ബന്ധപ്പെട്ടും, സമൂഹത്തിൽ എനിക്ക് ആരുടെയും ഒരു കാര്യം ആവശ്യമില്ല, ഞാൻ ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന രൂപത്തിൽ ജീവിക്കുന്ന ആളുകൾ, മൈ ലൈഫ് മൈ റൂൾസ്, അതെ, മൈ ലൈഫ് മൈ റൂൾസ്, മൈ ലൈഫ് മൈ ചോയ്സ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ. അപ്പോൾ പ്രത്യേകിച്ച് ഇൻഡിവിജ്വലിസത്തിൻ്റെ ഒരു സ്വാധീനം കാരണമാണ് അതുണ്ടാവുന്നത്. ഞാൻ എന്നൊരു വ്യക്തി, ആ ഒരു ബോധം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കുടുംബം, നമ്മളെ പ്രിയപ്പെട്ട ആളുകൾ, ഇവർക്കൊക്കെ വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ ഇവരെ കൂടി എങ്ങനെ കൺസിഡർ ചെയ്യണം, ഇവരോടുകൂടി എങ്ങനെ ഒത്തൊരുമിച്ച് ജീവിക്കണം എന്ന് ആലോചിക്കുന്നതിന് പകരം എൻ്റെ കാര്യങ്ങൾ മാത്രം ഒരു പരിഗണിക്കുന്ന ഒരവസ്ഥ നമുക്കിന്ന് കാണാൻ കഴിയും. അതിനെക്കുറിച്ചുള്ളൊരു ഓർമ്മപ്പെടുത്തലും കൂടി. അവർ അതിരുവിടുക എന്നുള്ളതിൻ്റെ ഒരു കാരണമായി തന്നെ ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് പറയുന്നത്. അതായത് സ്വയം എനിക്ക് ഞാൻ തന്നെ മതിയായതാണ്. ഇവിടെ നമ്മൾ ഇന്ന് സൊസൈറ്റിയിൽ ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ച്, ഇതിപ്പം മുസ്ലിങ്ങളെ മാത്രമല്ല, എല്ലാവരും എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ വിഷയത്തിലാണെന്നുണ്ടെങ്കിൽ, നമ്മൾ കേരളം ഒരുപാട് നിലക്ക് മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോഴും നമ്മളുടെ മലയാളികൾക്കിടയിൽ ആത്മഹത്യ വർദ്ധിക്കുന്നു, ഡിപ്രഷൻ വർദ്ധിക്കുന്നു, അതുപോലെ തന്നെ ഗർഭചിത്രം വർദ്ധിക്കുന്നു, കുടുംബ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നു. അതേപോലെ തന്നെ സാമൂഹികമായി നമ്മൾ മുന്നോട്ട് പോകുവാൻ സാധ്യതയുള്ള എല്ലാ ഇൻഡിക്കേറ്റേഴ്സും നമ്മൾ പിന്നോട്ട് പോകുന്നു. ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമായിട്ട് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. മദ്യപാനമാകട്ടെ, ലഹരിയാകട്ടെ, ഇതിനൊക്കെ ഒരു അടിസ്ഥാന കാരണങ്ങളെക്കുറിച്ച്, അത് ഓരോന്നിനെക്കുറിച്ചും നമ്മളിങ്ങനെ എടുത്ത് ആത്മഹത്യ വർദ്ധിക്കുന്നുണ്ട്, ലഹരി വർദ്ധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് കുറച്ച് കണക്കും പറഞ്ഞ് അവസാനിപ്പിക്കുക എന്നുള്ളതിനപ്പുറത്ത് എന്തുകൊണ്ടിത് സംഭവിക്കുന്നു എന്ന ഒരു ചിന്ത യഥാർത്ഥത്തിൽ പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്നൊരു കാര്യമാണ്. അവിടെ അതിൻ്റെ കാരണങ്ങളിലേക്ക് അന്വേഷിച്ച് മുന്നോട്ട് പോയാൽ യഥാർത്ഥത്തിൽ ഇതാണ് അതിൻ്റെ അടിസ്ഥാന കാരണം നമുക്ക് മനസ്സിലാവും. അതായത് ഓരോരുത്തരും അവനവൻ തീരുമാനിക്കും, എൻ്റെ കാര്യം ഞാൻ തന്നെ തീരുമാനിച്ചോളാം, ബാക്കി ആരും ഇടപെടേണ്ടതില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്നത് ഇത് മതത്തിലേക്കോ ദൈവത്തിൻ്റെ കൽപ്പനകളിലേക്കൊന്നും പോകണമെന്നില്ല. അതല്ലാതെ ഒരു മനുഷ്യനെ ഒരു മിനിമൽ ലെവലിലുള്ള ഒരു സംസ്കാരത്തോടു കൂടി ജീവിക്കാൻ പ്രാപ്തമാക്കുന്ന ഒന്നാണ് ഒരു കുടുംബ സംവിധാനം, സാമൂഹിക സംവിധാനങ്ങൾ എന്നുള്ളത്. അതിൽ നിന്ന് പോലും അവനെ പുറത്ത് കളയുന്ന രൂപത്തിലേക്ക് ഒരു ഇൻഡിവിജ്വലിസത്തിൻ്റെ അല്ലെങ്കിൽ ഒരു അവനവനിസത്തിൻ്റെ, ഞാൻ തന്നെ മതി എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വലിസത്തിൻ്റെ ഒരു രൂപമാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ കാണുന്നത്. അവിടെയാണ് ആ ഒരു ആറ്റിറ്റ്യൂഡ് ഒരാളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവനെ തിരുത്താൻ പറ്റാത്തൊരവസ്ഥ. അതായത് എൻ്റെ കാര്യം ഞാൻ തീരുമാനിക്കും, നിങ്ങളാരാ ചോദിക്കാൻ? ഈ ചോദ്യം കേൾക്കാത്ത ആൾക്കാരുണ്ടാവില്ല. അതായത് ചെറിയ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും നിങ്ങളാരാ അതിലിടപെടാൻ, നീ ആരാ ചോദിക്കാൻ എന്ന് നിരന്തരം ഇവൻ അധ്യാപകരോട് ചോദിച്ചാൽ വെറുതെ ആവശ്യമില്ലാത്ത തലയിടുന്നത് എന്നുള്ളത്. അപ്പം അധ്യാപകരോട് ചോദിച്ചാൽ പ്രത്യേകിച്ച് അത് മനസ്സിലാവും. മുമ്പൊക്കെ എന്ന് വെച്ചാൽ അധ്യാപകരെ കുറിച്ച് നമ്മൾ പറയാറ് തന്നെ അടുത്ത തലമുറയെ വാർത്തെടുക്കുന്നവർ എന്നൊക്കെ, അടുത്ത പൗരന്മാരെ സൃഷ്ടിക്കുന്നവർ എന്നൊക്കെയാണ്. പക്ഷെ ഇന്നത് പറ്റൂല എന്ന് അധ്യാപകർ തന്നെ പറയുന്നുണ്ട്. കാരണം എന്താ, ഫിസിക്സ് ആണോ പഠിപ്പിക്കാൻ പോകുന്നത് എങ്കിൽ ഫിസിക്സ് പഠിപ്പിച്ച് പോവുക, അതിൻ്റെ അപ്പുറത്തേക്ക് നിന്റെ മുടി എന്താ എങ്ങനെയെന്ന് ചോദിച്ചാൽ അതാരാ ടീച്ചർ
ഫിസിക്സ് എടുക്കാമെന്നുണ്ടെങ്കിൽ ഫിസിക്സ് എടുത്ത് പോയാൽ മതി, എൻ്റെ കാര്യം ചോദിക്കേണ്ടതില്ല എന്ന് പറയുന്ന മക്കളാണ് ഇന്നുള്ളത്. അതേപോലെ തന്നെ രക്ഷിതാക്കൾ വയലന്റ് വരെ ആകുന്ന അത് ചിലപ്പോൾ അങ്ങനെ ചോദിച്ചു എന്നുള്ള തന്നെ ചൈൽഡ് ഹെൽപ്പ് ലൈനിലേക്ക് വിളിക്കാനുള്ള കാരണമായിട്ട് മാറുന്നൊക്കെ നമ്മൾ ന്യൂസിൽ കാണുകയാണ്. അതേപോലെ തന്നെ രക്ഷിതാക്കൾ ഒരു മൊബൈൽ കൊടുത്തിട്ടില്ല എന്നുള്ളതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നത് വരെ നമ്മൾ കാണുകയാണ്. അപ്പം രക്ഷിതാക്കൾക്കോ അതേപോലെ തന്നെ അധ്യാപകർക്കോ, ഇത് ഞാൻ പറയുന്നത് അവരുടെ ഈ കുട്ടികളുടെ വിഷയത്തിൽ ഒന്ന് ഇടപെടാൻ യഥാർത്ഥത്തിൽ പറ്റുന്ന, ഏറ്റവും നന്നായി പറ്റുന്ന ആളുകളാണ്, അവർക്ക് പോലും ഇടപെടാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ ബാക്കിയുള്ള കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. മുമ്പൊക്കെ ഒരു സാമൂഹികമായ ഒരു സുരക്ഷിതത്വം ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള കുറച്ച്, അതിനെ പല രൂപത്തിൽ നെഗറ്റീവായിട്ട് അടക്കം എന്ത് ചെയ്യുന്നുണ്ട്, പ്രചരിപ്പിക്കുന്നുണ്ട്. നെഗറ്റീവായ വശങ്ങളും അതിനുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഒരു പരിധിക്കപ്പുറത്തേക്ക് എന്ത് ചെയ്യുന്നു, ഇത് ഓരോരുത്തരും അവനവൻ തന്നെ മതി എന്ന് ചെറിയ കുട്ടികളടക്കം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് വെച്ച് അവരെ തിരുത്തും. അപ്പോൾ ഒരു കഞ്ചാവ് അടിക്കുന്ന കുട്ടീനോട് ചോദിച്ചാൽ കുട്ടി പറയുന്നത് എന്താ, എൻ്റെ ഇഷ്ടം, എൻ്റെ റൂം, അത് വാതിലടച്ച് ഞാൻ മറ്റാരെയും ഉപദ്രവിക്കാതെ എൻ്റെ കാര്യത്തിൽ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്കെന്താ, ഇതാണ് ചോദ്യം. വ്യഭിചരിക്കുന്നവരോട് ചോദിച്ചാൽ ഞങ്ങളുടെ ഇഷ്ടം, ഞങ്ങൾ രണ്ടുപേരും, ഞങ്ങൾക്ക് പരസ്പര സമ്മതമുണ്ട്, നിങ്ങൾ ആരാ ചോദിക്കാൻ. സ്വവർഗരതി ചെയ്യുന്നവരും ഇതേ ചോദ്യമാണ് ചോദിക്കുന്നത്. അതേപോലെ തന്നെ ഏതേത് തിന്മകൾ ചെയ്യുന്നവരും അത് ഞങ്ങളുടെ ഇഷ്ടം, ഞങ്ങളുടെ തീരുമാനം, നിങ്ങൾ ആരാ ചോദിക്കാൻ. ഈ ഒരു മാനദണ്ഡം വെച്ച് മുന്നോട്ട് പോയാൽ ഒരു തെറ്റിനെയും പിന്നെ തെറ്റാണെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. അവിടെയാണ് യഥാർത്ഥത്തിൽ കല്ല ഇന്നൽ ഇൻസാനുള്ള ആ ഒരു പരിധി ലംഘിച്ചിരിക്കുന്നു. പരിധി ലംഘിക്കാനുള്ള കാരണം അവനവൻ തന്നെ തീരുമാനിക്കുക എന്ന ഒരു മാനദണ്ഡത്തിലേക്കൊരു ആറ്റിറ്റ്യൂഡിലേക്ക് എത്തിയതാണ് നമുക്ക് കാണാൻ സാധിക്കും. ഒരു സ്വയം പര്യാപ്തനായ സ്വന്തത്തെ മനസ്സിലാക്കിയതോട് പിന്നെ ബാക്കിയുള്ള സാമൂഹിക ബന്ധങ്ങൾ മുഴുവൻ വിച്ഛേദിക്കുകയാണ്. ശരിക്കും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് അവൻ ഒരിക്കലും അതിജീവിക്കാൻ കഴിയില്ല. എത്ര ഒരു മനുഷ്യൻ സ്വയം പര്യാപ്തനാകാൻ ശ്രമിച്ചാലും നമ്മളൊക്കെ എപ്പോഴെങ്കിലും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട അവസ്ഥകൾ വരും. ഇപ്പോൾ ഉദാഹരണത്തിന് ഡോക്ടറിനെ നമ്മളൊരു രോഗം വന്നാൽ ആശ്രയിക്കേണ്ട അവസ്ഥ വരും. അതേപോലെ അറിവ് ലഭിക്കാൻ ചിലപ്പം നമ്മൾ ഉദ്ദേശിച്ച സ്റ്റഡി മെറ്റീരിയൽസ് ചിലപ്പം നമ്മൾ അന്വേഷിച്ച സ്ഥലത്ത് കിട്ടിക്കൊള്ളുന്നില്ല, അധ്യാപകരുടെ സഹായം വേണ്ടി വരും. അപ്പോൾ അതേപോലെ തന്നെ പണത്തിൻ്റെ വിഷയത്തിൽ ചിലപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ മാതാപിതാക്കളുടെ ആവശ്യമുണ്ടാകും, മാതാപിതാക്കളെ ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ മനുഷ്യൻ എന്നുള്ള രൂപത്തിൽ മനുഷ്യനെ കുറിച്ച് സാധാരണ പറയൽ തന്നെ പൊളിറ്റിക്കൽ ആനിമൽ, ഒരു സാമൂഹിക ജീവിയാണ് മനുഷ്യൻ. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ സാമൂഹിക, ഇപ്പോൾ പടച്ചോനായിട്ടുള്ള ബന്ധം മാത്രമല്ല, സാമൂഹിക ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടുന്നതോടുകൂടി അയാൾക്കുണ്ടാകുന്ന ഒരു ഒറ്റപ്പെടൽ, ലോൺലിനെസ്, അത് കാരണം ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ഡിപ്രഷൻ, ഇതൊക്കെ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളൊന്നാണ്. അപ്പോൾ ഈ സാമൂഹിക ബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കൂടി ഈ സ്വയം പര്യാപ്തത എന്ന കാര്യം അതിനെ കൂടി ബാധിക്കുക. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഇപ്പോൾ ഫാമിലിയിൽ പോലും ആളുകൾക്ക് ഇടപെടാൻ കഴിയാത്ത അവസ്ഥ, മാതാപിതാക്കൾക്ക്, സഹോദരങ്ങൾക്ക് ഒന്നും ഇടപെടാൻ കഴിയാത്ത ഒരു ഭാര്യയോ തിരുത്താൻ പറ്റാത്തൊരവസ്ഥ. അതെ, അങ്ങനത്തെ അവസ്ഥകളൊക്കെ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ അത് അതിൽ വിട്ട് കളഞ്ഞതുകൊണ്ട് ഉണ്ടാകുന്ന കുറേ ദൂഷ്യഫലങ്ങൾ കൂടിയാണ് ഇതിൽ നമ്മളിന്ന് നമ്മുടെ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്നിട്ട് അള്ളാഹുവിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്, നിങ്ങൾ എങ്ങനെയൊക്കെ സ്വയം പര്യാപ്തത നടിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾക്കതിന് സാധിക്കില്ല. ഒന്ന്, രണ്ട്, നിങ്ങളുടെ മടക്കം നമ്മിലേക്ക് തന്നെയാണ്. നിങ്ങൾ എത്ര നിസ്സാരരാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്നു, എല്ലാത്തിനും അക്കൗണ്ടബിൾ ആകും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അപ്പം യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ പലപ്പോഴും ഇതൊന്നും എവിടെന്നെങ്കിലും സ്റ്റഡി ക്ലാസ് നിന്ന് കേട്ടിട്ടായിരിക്കില്ല പല ആൾക്കാർക്കും ഇത്തരം ആറ്റിറ്റ്യൂഡുകൾ ഡെവലപ്പ് ആവുന്നത്. നമ്മൾ കാണുന്ന സിനിമകളുടെയും സോഷ്യൽ മീഡിയ ഉപയോഗത്തിൻ്റെ ഒക്കെ അനന്തരഫലമായി നമ്മളിൽ ഉണ്ടായി തീരുന്ന ചില പിന്നെ രീതികളാണ് ഇതൊക്കെ. പക്ഷെ അതിനെ കൂടി ഖുർആനിൻ്റെ വെളിച്ചത്തിൽ ഒന്നുകൂടി ഒന്ന് പുനഃപരിശോധന നടത്താൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം എന്നുള്ളത് കൂടിയാണ് ഈ ഒരു വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള കൂടുതൽ ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് വഴിയെ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.